അല്ലെങ്കിൽ 6:30 മുതൽ 7 വരെ യോഗ ചെയ്തിട്ട് വേണം മുരളി കേൾക്കാൻ. चौथी बात है, अगर तीव्र पुरुषार्थी बनना है, रोज के ईश्वरीय महावाक्य संगठन में बाबा के सेंटर पर आकर के सुनना, वो है तीव्र पुरुषार्थी. തീവ്ര പുരുഷാർത്ഥി എന്ന് പറഞ്ഞെങ്കിൽ चौथी बात ദിവസവും നാലാമത്തെ കാര്യമാണ്, ദിവസവും ബാബയുടെ മുരളി സെന്ററിൽ വന്നിരുന്ന് കേൾക്കണം. ദിവസവും ബാബയുടെ മുരളി. क्योंकि जो ईश्वरीय महावाक्य संगठन में आकर के एकाग्र होकर के सुनता है, वो तीव्र पुरुषार्थी बन सकता है. അതായത് നമ്മൾ സംഘടിതമായി, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സംഘടിതമായിട്ട് രാവിലെ മുരളി ക്ലാസ് കേൾക്കുമ്പോഴാണ് നമ്മൾ തീവ്ര പുരുഷാർത്ഥി. സെന്ററിൽ വന്നിരുന്ന് കേൾക്കുമ്പോഴാണ്. आजकल कईयों को ऑनलाइन में सुनने की माया लगी है. जो ऑनलाइन में सुनेगा उसकी पूजा भी ऑनलाइन से हो जाएगी. അല്ലെ, അതുകൊണ്ട് ഇത് ഓൺലൈനിലെ മുരളി കേൾക്കുന്നത് ഒരു മായയാണ്. ആരാണോ ഓൺലൈനിലെ മുരളി കേൾക്കുന്നത് അവരുടെ പൂജാരികളും ഓൺലൈനിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. क्योंकि पढ़ाई हमेशा एकांत में एकाग्र होकर के की जाती है. പഠിപ്പെന്ന് പറഞ്ഞാൽ ഏകാന്തമായി ഏകാഗ്രമായിരുന്നു വേണം പഠിക്കാൻ. आज बच्चों को स्कूलों में पढ़ाया जाता है. ऐसे नहीं कि घर में बैठे रहे और वहीं से पढ़ते रहे, परीक्षा देने के लिए आ जाए. ऐसा नहीं होता. അല്ലെ, എങ്ങനെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. സ്കൂളിൽ ചെന്ന് അവിടെ ക്ലാസ്സുകളിൽ ഇരുന്ന് കുട്ടികൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. अब कई क्या करेंगे, घर में टीवी चालू करेंगे, छोक भी लगाएंगे, बेटा तुमने क्या गिराया ये भी देखते रहेंगे. कहाँ एकाग्रता है? वो महावाक्य जिसे बल मिलना चाहिए वो नहीं मिलेगा, आत्मिक स्थिति नहीं बनेगी. ഓൺലൈനിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുപ്പത്ത് കടുക് വറക്ക് ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കും, അവിടെ ടി വി വെച്ചിട്ടുണ്ടാകും, അല്ലെ, ഇങ്ങനെ പല കാര്യങ്ങളുടെ ഇടയിൽ നടന്നിട്ടാണ് ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ശ്രദ്ധയും കിട്ടാറില്ല. क्योंकि ऑनलाइन में सुनते समय बुद्धि और मन एकाग्र नहीं होगा. घर में कोई आ रहे जा रहे, घर का काम भी देख रहे, वो एकाग्रता नहीं. और क्लास के पहले यहाँ योग लगाने से, एकाग्रता से, महावाक्य सुनने से सवेरे सवेरे हमारी आत्मिक स्थिति बनती है. അതുകൊണ്ട് രാവിലെ രാവിലെ സെന്ററിൽ വന്ന് നമ്മൾ ഏകാഗ്രമായി ഇരുന്ന് അരമണിക്കൂർ യോഗ ചെയ്ത് പിന്നെ നമ്മൾ മുരളി കേൾക്കുമ്പോൾ അവിടെ നമുക്ക് അത്രയും അല്ലെ ആ രാവിലെ രാവിലെ നമ്മളെ ശക്തിശാലിയാക്കാണ്. कभी कभी बाबा कहते थे आगे चल करके ब्राह्मणों का झाड़ हिलेगा. कभी मैं सोचता था ब्राह्मणों का झाड़ कैसा हिलेगा. तो अचानक कोरोना काल आ गया, ब्राह्मणों का जो भोजन है मुरली वही बंद हो गया. और धीरे धीरे അല്ലെ പറയാറുണ്ട് ബ്രാഹ്മണരുടെ ആ വൃക്ഷം കുലുങ്ങുന്നത്. അതെങ്ങനെ ഈ ബ്രാഹ്മണരുടെ വൃക്ഷം കുലുങ്ങുന്നത്? വൃക്ഷം കുലിക്കാൻ എന്താവും, പലരും താഴെ വീഴില്ലേ അല്ലെ. അപ്പോ എന്ന് പറഞ്ഞതുപോലെ കൊറോണ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ വൃക്ഷം വീണ്ടും കുലുക്കിയിരിക്കുകയാണ്. കുറെ കുട്ടികളുടെ ആ മുരളി കേൾക്കാനുള്ള വരവ് നിലച്ചുപോയി. अब धीरे धीरे फिर भी बहनों ने क्या क्या मेहनत करके ऑनलाइन में शुरू किया. और उसके बाद धीरे धीरे कईयों को तो ये इतनी अच्छी आदत लगी, अरे स्कूटी में जाओ, पेट्रोल खर्चा करो, उसके अच्छा अपना बिना पेट्रोल खर्चे घर में मुरली मिल रहे. और आजकल तो ऑनलाइन में तो आज कभी मधुबन की सुनी, कल कोई दूसरी की बहन की सुनी, कल किसकी सुनी, अलग अलग आवाज की सुनते. घर सेंटर में जाने की जरूरत नहीं. अब धीरे धीरे उन्होंने आदत लगाई, पुरुषार्थ ढीला हो गया. അപ്പൊ എന്ത് സംഭവിച്ചത്? ഡെയിലി സെന്ററിൽ വന്ന മുരളി ഏകാന്തമായി ഏകാഗ്രമായിരുന്ന് ഒരുമിച്ചിരുന്ന് കേൾക്കുന്നത് നമ്മളെ മുടങ്ങിയിട്ട് നമ്മള് അല്ലെ ആ കൊറോണയൊക്കെ വന്നപ്പോഴേക്കും സിസ്റ്റേഴ്സ് പിന്നെ ഓൺലൈനിലെ ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഓൺലൈനിലെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോഴേക്കും കുട്ടികൾക്ക് അതിന്റെ സുഖം പിടിച്ചു. കാരണം എന്താ വെച്ചാല് 2 വീലറിൽ പെട്രോളും ചെലവാക്കി സെന്റർ വരെ പോകേണ്ട ആവശ്യമില്ല, അല്ലെ, ആരുടെ വേണ്ട മുരളി കേൾക്കാം, പല പല ശബ്ദങ്ങളിൽ പലരുടെയും മുരളി കേൾക്കാം, അല്ലെ. അങ്ങനെ വിചാരിച്ചിട്ട് സെന്ററിൽ വന്ന് മുരളി കേൾക്കാണ്ടായി. क्योंकि उसको पता नहीं कि उस मोबाइल के अंदर हमारा जो मुख्य दुश्मन है काम विकार, उसकी भी कुछ बहुत सारी बातें हैं. थोड़ा भी अगर वो बातों का हवा पानी मिल गया, आजकल ऐसी ऐसी फिल्में, ऐसी ऐसी एडवर्टाइज आती है बीच में, ये थोड़ी सी बातें मिल गई, संस्कार जागृत हो जाते, विकार जागृत हो जाते. इसीलिए इस मोबाइल एक प्रकार का चक्रव्यूह है.
अब ये चक्र में माया फंसाने की कोशिश कर रहे हैं। പിന്നെ മൊബൈൽ എന്ന് പറയുന്നത് ഒരു ചക്രവ്യൂഹമാണ്. അതിൽ കൊണ്ടുപോയി നമ്മളെ കൊടുക്കുകയാണ് അല്ലെ. നമ്മുടെ ഉള്ളിലെ കാമവികാരവും എല്ലാം അതിങ്ങനെ എന്താ പറയുക ഉണർന്നു വരുന്നതിന് കാരണമായി തീരുന്നത് മൊബൈലാണ് അല്ലെ. അതിലെ പല അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ, അതുപോലുള്ള ഫിലിമുകൾ, ഇതൊക്കെ കാണുന്നതിലും അല്ലെ അതിന്റെ ഇൻട്രസ്റ്റിലെ കുട്ടികൾ മൊബൈലിന്റെ പുറകെ പോയി. कई कई मुरली सुनते सुनते धीरे धीरे कोई और साइड में चले जाएंगे, उसमें देखते रहेंगे, संस्कार जागृत। जब से ऑनलाइन चालू हो गया, काफी माताएं चली गई, काफी कुमार भी स्थिति बिगड़ गई। कहाँ देवी देवता बनने के लिए जा रहे थे, कहाँ फेल हो गए, कारण ये मुरली की। इसलिए हमें बाबा ने मामा ने जो पढ़ाई का साधन बनाया वही करो, तीव्र पुरुषार्थी बन जाएंगे। ഓൺലൈൻ മുരളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആണ്. ഈ സ്മാർട്ട് ഫോണിൽ മുരളി കേൾക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അതിൽ കാണാനുള്ളതിന്റെ രസം പിടിച്ചു അല്ലെ. മുരളി കേൾക്കുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ പോകും. എന്തെങ്കിലും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ അതിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോയിട്ട് ധാരാളം അമ്മമാരും ധാരാളം കുമാരന്മാരും എല്ലാം വേറെ വഴിക്ക് പോയിട്ടുണ്ട്. ഈ आज दादियों ने कोई ऑनलाइन में सुन करके कर्मातीत नहीं बनी है, मम्मा कोई ऑनलाइन में सुन करके कर्मातीत नहीं बनी। उन्होंने जो बाबा ने जो नियम बनाए थे, रोज सेंटर पर आकर के रोज वहां हॉल में आकर के बैठना, तो इसीलिए हमें ये आदत डालनी है, हम तीव्र पुरुषार्थी बनेंगे। ബാബ സെന്ററിന്റെ നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെന്ററിൽ വന്ന് കുട്ടികൾ യോഗം ചെയ്യണം, മുരളി കേൾക്കണം അല്ലെ. ദാദിമാരാരും ഓൺലൈൻ മുരളി കേട്ടിട്ടല്ല സമ്പന്നവും സമ്പൂർണവുമായിട്ടുള്ളത് അല്ലെ. സെന്ററിൽ വന്ന് മുരളി കേൾക്കണം എന്നുള്ളതാണ് അല്ലെ ബാബയുടെ നിയമം, ബാബയുടെ യജ്ഞത്തിന്റെ നിയമം. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുരളി കേൾക്കേണ്ടത്. कई कहते हैं नहीं भाई जी, हमारे घर दूर है और स्कूटी के लिए पेट्रोल जला करके आना पड़ता है, इसलिए घर में बैठेंगे तो फ्री में मिल जाते हैं। आजकल के बच्चे कितना दूर पढ़ने के लिए बसों में जाते हैं। हाँ, वो तो एक साल की, एक जन्म की पाई पैसे की कमाई, 21 जन्मों की आपको कमाई हो रहे हैं। भले पेट्रोल जले कोई बात नहीं, लेकिन प्राप्ति कितना है। इसलिए यहाँ योग्य जो स्थान है वहां करके सुनना। हमारी जो बहनें, जो देवी देवता है, उनकी हमें वाइब्रेशन मिलेगा, ब्राह्मण परिवार का वाइब्रेशन मिलेगा, ताकत मिलेगी, और उससे हम सारा दिन तीव्र पुरुषार्थी बनेंगे। അതുകൊണ്ട് അല്ലെ നമ്മളിപ്പോ കുട്ടികളെയൊക്കെ സ്കൂളിൽ അയക്കുകയാണെങ്കിൽ എത്ര ദൂരേക്കാണ് അവര് ബസ്സിലും വണ്ടിയിലൊക്കെ പോകുന്നത്. പലപ്പോഴും നമ്മുടെ ബസ് കയറി സെന്ററിലേക്ക് വരണം മുരളി കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലെ പെട്രോൾ കത്തിച്ച് നമ്മൾ സെന്ററിലേക്ക് വരണം എന്ന് മടി പിടിച്ച് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നാൽ നടക്കുന്ന വഴിയിലും ജോലി ചെയ്യുന്ന വഴിയിലൊക്കെ മുരളി കേൾക്കാനോ എന്നും പറഞ്ഞിട്ട്, ഫ്രീ ആയിട്ട് ഒരു ചെലവില്ലാതെ വീട്ടിലിരുന്ന് മുരളി കേൾക്കാനെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ മുരളി കേൾക്കുന്നത് ഒരിക്കലും നമുക്ക് യോഗ്യമായിട്ടുള്ള കാര്യമില്ല അല്ലെ. ബാബയുടെ യജ്ഞത്തിന്റെ നിയമം അതല്ല. ഇവിടെ ബാബയുടെ വീട്ടിൽ വന്ന് അല്ലെ യോഗം ചെയ്ത് മുരളി കേൾക്കണം എന്നുള്ളതാണ് ബാബയുടെ നിയമം. एक बार ब्रह्मा बाबा को दादियों ने पूछा था, बाबा त्रेतायुग वालों के लिए पढ़ाई का प्रबंध आप क्या करेंगे? उसके लिए मधुबन में इतना बड़ा हॉल बनाना पड़ेगा, आवास निवास की व्यवस्था करनी पड़ेगी 33 करोड़ के लिए, उसके लिए कोई किचन बनाना पड़ेगा। बाबा ने कहा कि नहीं बच्चे, त्रेतायुग वालों के लिए पढ़ाई का प्रबंध मैं आगे चल करके करूंगा। केवल आप सत्युग की 9 लाख लोगों की तैयारी करो, त्रेतायुग का पढ़ाई में आगे जरूर प्रबंध करूंगा। അതായത് കുട്ടികൾ ബാബയോട് ചോദിച്ചു, ബാബ ത്രേതായുഗത്തിൽ വരുന്നവർക്ക് അവർക്ക് വേണ്ടി പഠിപ്പിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ബാബ പറഞ്ഞു, ത്രേതായുഗത്തിൽ വരുന്നവരുടെ പഠിപ്പിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചെയ്തോളാം. പക്ഷേ ഇപ്പൊ 9 ലക്ഷം കുട്ടികൾ തയ്യാറാകണം അല്ലെ. ആ 9 ലക്ഷം കുട്ടികളുടെ പഠിപ്പിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം വേണം കുട്ടികൾ പോകാൻ. अभी बाबा ने 4, 5, 8, 9 सालों से पीसा में टीवी चालू करवाई, फेसबुक, व्हाट्सएप, इन सभी में मुरली चालू किया। किसके लिए? त्रेतायुग वालों के लिए, 33 करोड़ वालों के लिए। आपको 33 करोड़ में जाना है या 9 लाख? 9 लाख वाले स्टूडेंट, सत्युग वाले स्टूडेंट क्लास में, संगठन में सुनेंगे, और त्रेतायुग में आने वाले कई फेसबुक में, व्हाट्सएप में, यूट्यूब में, पीसा पॉइंट मुरली टीवी में वही सुनेंगे। അപ്പോ ഈ ത്രൈതായുഗത്തിൽ വരാൻ പോകുന്നവരുണ്ടല്ലോ തോറ്റതോപ്പിട്ടവര്, അവർക്ക് വേണ്ടിയാണ് പിന്നെ ഫേസ്ബുക്കിലും പിന്നെ വാട്സപ്പിലും പിന്നെ ഓൺലൈനിലും
ബാക്കി എന്താണ് യൂട്യൂബിലും ഒക്കെ മുരളി കേൾക്കാൻ പീസ് ഓഫ് മൈൻഡ് ചാനലൊക്കെ പാട്ട് തുടങ്ങിയില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ മുരളി കേൾക്കാനുള്ള സംവിധാനം എന്ന് പറയുന്നത് ത്രൈതായുഗത്തിൽ വരുന്നവർക്ക് വേണ്ടിയാണ്. സത്യയുഗത്തിലും സൂര്യവംശത്തിലും വരുന്ന കുട്ടികൾ സെന്ററിൽ വന്ന് മുരളി കേൾക്കണം. तो चेक करो आपको, किसी की मजबूरी है बात अलग है, किसी की मजबूरी है बहुत दूर घर है, भले सुन, लेकिन अगर यहाँ नजदीक है तो भी नहीं आते, ऑनलाइन में सुनने की माया लगी है। वो सतयुग वाले जो गोप गोपिका है कृष्ण बीच में चारों तरफ से संगठन में राज चल रहे, आनंद ले रहे, और त्रेतायुग वाली सीता राम को याद कर रहे, अकेली बैठी है, रो भी रहे, इसीलिए घर में बैठ करके मुरली भी सुन रहे, रो भी रहे, समस्या भी है, प्रॉब्लम भी है, वो तीव्र पुरुषार्थी कैसी बनेगी? इसलिए गोपिका बनने के लिए संगठन में आकर के और वो तीव्र पुरुषार्थी बन सकते हैं. അതുകൊണ്ട് നമ്മൾ സംഘടിതമായിട്ടിരുന്നാണ് മുരളി കേൾക്കേണ്ടത്. ചിലപ്പോൾ ഇനിയിപ്പോ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വരാൻ ഒത്തിരി ദൂരമുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒരു എക്സംഷൻ ഉണ്ട് അല്ലെ. ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ സെന്ററിൽ വന്ന് തന്നെ വേണം മുരളി കേൾക്കാൻ. കാരണം സൂര്യവംശത്തെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ശ്രീകൃഷ്ണനും അല്ലെ പിന്നെ ഗോപികമാരെല്ലാവരും നൃത്തം ചെയ്യുന്നു എന്നുള്ളതാ കാണിച്ചിരിക്കുന്നത്. അതേസമയം ത്രേതായുഗത്തിന്റെ ദൃശ്യം എന്താണ് അല്ലെ, സീത ശോകവനത്തിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശരിക്കും ആരാണ്, ത്രേതായുഗത്തിൽ വരുന്നവരാണ്. ബാക്കി അവര് ഓൺലൈനിൽ മുരളി കേൾക്കുകയും ചെയ്യും. അവർക്ക് ശരിക്കും വേണ്ടത്ര പാലനയും അവർക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളൊന്നും ധാരണ ക്ലാസ്സുകൾ കിട്ടുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് അത്രയ്ക്കും പറ്റില്ല. അപ്പൊ അവര് അവിടെ നിന്ന് കരയും അല്ലെ, എന്നിട്ട് അവർ ഓൺലൈനിൽ മുരളി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ സൂര്യവംശത്തിൽ വരുന്ന കുട്ടികള് അവിടെ കൃഷ്ണനെയും ഗോപികമാരെയും എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു അതുപോലെ ബാബയുടെ വീട്ടിൽ വന്ന് അല്ലെ ബാബയുടെ മുരളി കേൾക്കണം. एक बार एकलव्य गुरु द्रोणाचार्य के पास आया और कहता मुझे नंबर 1 चाहिए, मैं अर्जुन से भी होशियार हूं. तो उसको पूछा कि तुम्हारे गुरु कौन है? कहा कि आप ही मेरे गुरु हैं. कहा कि मेरे पास कभी पढ़ने के लिए आए ही नहीं, गुरु कैसे मानूंगा? कहते नहीं चलो दिखाता हूं. और पकड़ करके गुरु द्रोणाचार्य को जंगल में लेके गया और उसको एक पुतला दिखाया, देखो आपका पुतला, आप ही मेरे गुरु हैं. तो भी उसको नंबर 1 नहीं दिया, नंबर 1 अर्जुन को दिया. अर्जुन सामने सीखा था और वो पुतले के सामने सीखा था. അതായത് ഏകലവ്യൻ ഭയങ്കര മിടുക്കനായിരുന്നു. പക്ഷെ ഏകലവ്യൻ പറയും, ദ്രോണാചാര്യരോട് പറയും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. പക്ഷെ ഏകലവ്യന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിഗണന കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ദ്രോണാചാര്യരുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് ദ്രോണാചാര്യരോട് പറയാണ്. അപ്പൊ പറയും നീ എന്റെ ശിഷ്യനല്ല. അപ്പൊ ദ്രോണാചാര്യരുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ് ദ്രോണാചാര്യരുടെ എന്താണ് ശിഷ്യനായിട്ട് പഠിച്ചത്. പക്ഷെ നമ്പർ 1 എന്ന് പറഞ്ഞാൽ അർജുനൻ തന്നെയാണ്. കാരണം ഏകലവ്യൻ മിടുക്കനാണെങ്കിലും അവിടെ നമ്പർ 1 പദവി ഒരിക്കലും ഏകലവ്യന് കൊടുക്കുന്നില്ല. കാരണം നേരെ സന്മുഖത്തിൽ നിന്ന് പഠിച്ചത് अर्जुनനാണ്. അതുകൊണ്ട് अर्जुनനാണ് പ്രാധാന്യം, ഏകലവ്യനല്ല. इसी तरह ये फेसबुक, व्हाट्सएप, यूट्यूब, ये क्या है? पुतला है. उस पुतले के सामने बैठ करके शिवानी बहन की क्लासेस, महारती की क्लासेस सुन करके होशियार तो बनेंगे, नंबर 1 नहीं जाएंगे. नंबर 1 बनना है, संगठन में आकर के मुरली सुननी है. അതുകൊണ്ട് ഓൺലൈനിൽ ഇരുന്ന് നിങ്ങൾക്ക് പല മഹാരഥികളുടെയും വലിയ നീതിമാരുടെയും ഒക്കെ ക്ലാസ്സുകൾ കേൾക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾ കേട്ടിട്ട് എത്ര പുരുഷാർത്ഥി ആയാലും ഒരിക്കലും നമുക്ക് സൂര്യവംശത്തില് വരാൻ സാധിക്കില്ല, ഫസ്റ്റ് ഡിവിഷനിലൊന്നും വരാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ നമ്പർ 1 ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാബയുടെ വീട്ടിൽ വന്ന് ദിവസവും മുരളി കേൾക്കണം. आजकल यूट्यूब में भी आजकल कई अलग अलग उल्टे सुलटे ग्रुप बने, उल्टे सुलटे ज्ञान की बातें डालते हैं. लेकिन इससे हमें क्या करना है? सावधान रहना है, नहीं तो मुश्किल से बाबा मिला है. हाँ, कई आजकल ऐसा है कि ये ग्रुप में इसके तन में परमात्मा आया, इसके तन में अवतरण हुआ, क्या क्या उल्टी सुलटी. इसलिए सावधान रहना है. ये जैसे कहा कि ये मोबाइल एक प्रकार का चक्रव्यूह है और इस चक्रव्यूह में कभी फंस सकते हैं. इसलिए जो हमें पढ़ाई का प्रबंध बाबा ने कराया, रोज अमृत वेला अच्छी करना, क्लास के पहले आकर के योग करना और साथ में मुरली अच्छी तरह सुनना, जो सवेरे 3 चीजें करता है उसका मनोबल मजबूत है. उसको माया कुछ नहीं करे, सारा दिन वो तीव्र पुरुषार्थी है. അല്ലെ, അതുകൊണ്ട് ഈ മൊബൈലാകുന്ന ചക്രവ്യൂഹത്തിനുള്ളിൽ നിങ്ങൾ
പെട്ടുപോകരുത്. കാരണം മൊബൈലിൽ നമുക്ക് ഈ മുരളിയും ദീദിമാരുടെ ക്ലാസ്സും ഒക്കെ ലഭിക്കുമെങ്കിലും തലതിരിഞ്ഞ കാര്യങ്ങൾ ധാരാളം മൊബൈലിനകത്തുണ്ട് അല്ലെ. അതിലേക്ക് പോകരുത്. ചില ആളുകൾ സ്വയം ബാബ എന്നിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന പാർട്ടീസും ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് നെഗറ്റീവ് ഉണ്ട് അല്ലെ. ആ നെഗറ്റീവിൽ നിങ്ങൾ പെട്ടുപോകാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഒരിക്കലും മൊബൈലാകുന്ന ചക്രവ്യൂഹത്തിനുള്ളിൽ ചെന്ന് അകപ്പെട്ട് മരിക്കുന്ന അഭിമന്യുവിനെ പോലെ ആകാൻ പാടില്ല അല്ലെ. നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ ഉയർന്നു പോണെങ്കിൽ ഒന്ന് നമ്മൾ പവർഫുൾ ആയിട്ടുള്ള അമൃതവേള ചെയ്യണം അല്ലെ. സെന്ററിൽ വന്ന് നമ്മൾ മുരളി കേൾക്കണം, യോഗ ചെയ്യണം, പിന്നെ ബാബയുടെ ശ്രീമത്തിലൂടെ കർമ്മങ്ങൾ ചെയ്യണം. ഈ 3 കാര്യങ്ങളിൽ കുട്ടികൾ വളരെ ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും നമുക്ക് തീവ്ര പുരുഷാർത്ഥിയായിട്ട് നമ്പർ 1 ആകാൻ പറ്റും. आज मैंने कोई क्लास नहीं किया, लेकिन मैंने अपने जीवन में अपनी स्थिति बनाने के लिए, तीव्र पुरुषार्थ के लिए मैं क्या क्या करता हूँ वो मेरा अनुभव के साथ में आपको सुना रहा हूँ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഒന്നുമല്ല എടുത്തത്. ഞാൻ തീവ്ര പുരുഷാർത്ഥത്തിന് വേണ്ടി സ്വയം എന്താണോ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന പുരുഷാർത്ഥം അത് നിങ്ങളുടെ കൂടെ പങ്കിട്ടു, ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. 5वीं बात है, अगर मुझे तीव्र पुरुषार्थी बनना है, उसके लिए बाबा जो श्रीमत देता है उस श्रीमत को फॉलो करना है. അല്ലെ, അതുകൊണ്ട് എന്താണ് നമ്മൾ തീവ്ര പുരുഷാർത്ഥിയാകണമെങ്കിൽ 4ാമത്തെ കാര്യം, 5ാമത്തെ കാര്യം, അതായത് നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കണം. तो आप लोग कितना परसेंटेज बाबा के श्रीमत प्रमाण चलते होंगे बताओ. എത്ര പെർസെന്റേജ് നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നുണ്ട്? कितना चलते माताएं बताओ. हाँ 75. अच्छा, और माताएं बताओ कितना परसेंटेज बाबा के श्रीमत प्रमाण चलते. അമ്മമാര് പറയൂ എത്ര പെർസെന്റേജ് ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നുണ്ട്? പറയൂ. ബാബ പറയുന്ന പോലെ നടക്കുന്നുണ്ട്? बताओ. हाँ भाई लोग बताओ. ഭായിമാര് പറയൂ. हर एक का अलग अलग है, हर एक का अलग अलग है. तो अपने अनुसार आज तक के पुरुषार्थ अनुसार बताओ कितना परसेंटेज चलते हैं. ഓരോ കുട്ടികളും വ്യത്യസ്തമായിട്ടാണ്. എല്ലാവരും ഒരുപോലെയല്ല പുരുഷാർത്ഥം ചെയ്ത് ശ്രീമത്തിലൂടെ നടക്കുന്നു. 80%. अच्छा, और बताओ पीछे वाली माताएं. പുറകിലിരിക്കുന്ന അമ്മമാര് हाँ क्या बोल रहे, आवाज ही नहीं आ रहा. നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിന് ഉറക്കം പറ. कितना बोल रहे हैं? എന്താ? 70. आजकल करके कई नियम किसको समझते हैं? हम अमृत उठते, हम അല്ലെ, നിയമങ്ങളിലൂടെ നടക്കുന്ന ശ്രീമത്തിലൂടെ നടക്കുന്ന मुरली सुनते हैं, അമൃതവേള ചെയ്യുന്നുണ്ട്, മുരളി കേൾക്കുന്നുണ്ട്, मुरली सुनते, बाहर का भोजन नहीं खाते, പുറത്ത് ആഹാരം കഴിക്കില്ല, पवित्र अमृत उठे, लेकिन झुटका लगा कि वो क्या आधे मार्ग कट हो गए. അമൃതവേളയിൽ ഉറക്കം തൂങ്ങി മുരളി അമൃതവേള ചെയ്താൽ അത് നിങ്ങള്. अच्छा, झुटका भी नहीं लगाया, लेकिन बुद्धि रूपी आंख बंद है, ये आंखें सिर्फ खुली है, तो भी आधे मार्ग कट हो गए. അപ്പൊ ബുദ്ധിരൂപിയാകുന്ന കണ്ണ് ഇത് യോഗ ചെയ്യുന്നില്ല, ചിലപ്പോ കുത്തിയിരിക്കുന്നുണ്ടാവും, പക്ഷെ ബുദ്ധിയാകുന്ന കണ്ണ് അടഞ്ഞിരിക്കുക. केवल उठना पर्याप्त नहीं, लेकिन उठ करके किस अवस्था में बैठे थे वो मत हो गए. അപ്പൊ അമൃതവേളയ്ക്ക് എണീറ്റിരുന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, സ്ഥിതിയിലാണ് ഇരിക്കുന്നത്, അതാണ് പ്രധാനം. अब मुरली तो सुन ली, लेकिन मुरली के पहले योग नहीं किया तो भी आधे मार्ग उसके भी कट हो गए. അല്ലെ, അപ്പൊ മുരളി നമ്മള് കേട്ടു, പക്ഷെ മുരളിക്ക് മുമ്പ് 1 മണിക്കൂർ യോഗ ചെയ്തു, അത് ചെയ്തില്ലെങ്കിൽ അത് ശ്രീമത്താണ്. मुरली सुनी, लेकिन सारा दिन उस मुरली प्रमाण चले ही नहीं, केवल सुनने तक रखा, उसके भी मार्ग सारे कट हो गए. മുരളി കേട്ടു, പക്ഷെ അന്നന്ന് പഠിച്ച പാഠങ്ങള്, ബാബ പഠിച്ച പാഠങ്ങൾ പഠിച്ചിട്ടില്ല. ദിവസം മുഴുവൻ കർമ്മമണ്ഡലത്തില് മുരളിക്ക് അനുസൃതമായിട്ട് നടന്നിട്ടില്ലെങ്കിലോ. समझो मुरली के लिए सुनने के लिए 10 मार्क है, आपने मुरली सुना, इस पॉइंट को 10 मार्क है, लेकिन आपने सुनी, लेकिन आधा घंटा योग नहीं किया, 5 मार्क मिल गए. അപ്പോ 10 മാർക്കാണ് മുരളിക്ക് അല്ലെ. അതില് നിങ്ങള് മുരളിക്ക് മുമ്പ് യോഗ ചെയ്തില്ലെങ്കിലോ പകുതി മാർക്ക് കുറഞ്ഞു. उसके बाद मुरली सुनी, लेकिन सारा दिन वैसे किया ही नहीं, केवल सुनने तक, उसके भी आधे मार्क कट हो गए. केवल आपको मुरली के श्रीमत के 2 ही मार्क मिल गए.
അപ്പൊ മുരളി കേട്ടു, പക്ഷെ മുരളിക്ക് അനുസരിച്ചിട്ട് അന്നത്തെ ദിവസം മുഴുവനുള്ള കർമ്മങ്ങളില് മുരളി കേട്ടതുപോലെയല്ല, അത് ഓർമ്മയൊന്നുമില്ല. അത് കേട്ടതുപോലെയല്ല കർമ്മം ചെയ്തത്. അപ്പൊ നമുക്ക് എവിടെയാ മാർക്ക്? बाहर का भोजन नहीं खाया, अपने घर का बना कर खाया, बातें करते खाया, पर चिंतन करके खाया, आधे मार्क कट हो गए. അല്ലെ, ഇനി പുറത്ത് ആഹാരമൊന്നും കഴിക്കുന്നില്ലേ, വീട്ടിലുണ്ടാക്കിയ ആഹാരം കഴിച്ചത്. പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വ്യർത്ഥമായിട്ട് കുറെ പരചിന്തനവും ചെയ്ത്, അല്ലെ, കുറെ വ്യർത്ഥമായി സംഭാഷണം ചെയ്ത് ബാബയുടെ ഓർമ്മയിലൊന്നും അല്ല കഴിച്ചത്. खाते समय बाबा की याद नहीं आई, केवल खुद ही ये पहले 2 मिनट के लिए तो बाबा को बुलाया, बाबा मीठे बाबा भोग लगाओ थोड़ा आ जाओ, बाबा तो आ गया, बैठ गया, एक गिट्टी तो खाई, उसके बाद बाबा हाई यहाँ कहा, कुछ खुद ही खाता गया, बाबा को तो भूखा रखा एक गिट्टी खिला करके. അല്ലേ, അപ്പൊ എന്താണ്, ഇനി കഴിക്കുന്ന നേരത്ത് ബാബയെ വിളിച്ചു, ബാബ വാ ബാബ നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ബാബയെ വിളിച്ചു, അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ബാബയെ ഓർമ്മിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ബാബയ്ക്ക് ആദ്യം ഒരു ഉരുള കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാബയുടെ കാര്യം മറന്നു. പിന്നെ തന്നെ ബാബയോട് വിശന്നിരിക്കുക, വിളിച്ചു വരുത്തിയിരിക്കല്ലേ, എന്നിട്ട് നമ്മള് സ്വയം കഴിച്ചു തീർക്കും. घर में कोई बच्चा बैठा है तो एक गिट्टी खुद खाएंगे, एक गिट्टी उसको खिलाएंगे, एक गिट्टी खुद खाएंगे, एक गिट्टी, और यहाँ तो बाबा बैठा है खुद ही सारा खा ले, एक गिट्टी तो खिलाए, एक गिट्टी से उसका पेट भरेगा क्या? അല്ലെ, അപ്പൊ വീട്ടിലെ ഒരു കുഞ്ഞുണ്ട് എങ്കിലും നമ്മൾ എന്താ ചെയ്യാം, ആഹാരം എടുത്ത് കുഞ്ഞിനെ കൊടുത്തു, നമ്മളും കഴിച്ചു, കുഞ്ഞിന് കൊടുത്തു, നമ്മളും കഴിച്ചു, അങ്ങനെയാ. ഇത് ബാബയ്ക്ക് ഒരു ഉരുളം കൊടുത്തിട്ട് പിന്നെ ബാബ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പിന്നെ സ്വയം കഴിച്ചോണ്ടിരിക്കുക. इसलिए बहुत गहराई है ज्ञान की, केवल ऐसा नहीं कि आकर के बस एक दिन अगर बैच एक दिन नहीं पहना तो भी मार्क कट हो गए, इतने सारे हमारे, इसलिए गहराई में चलो, ज्ञान के ऊपर ऊपर से नहीं चलो. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോ തോന്നിയില്ലേ 70% 75% ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളെ ബാഡ്ജ് കുത്തിയില്ലെങ്കിൽ എന്താണ്, അല്ലെ, അവിടെയും മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളും, ഗഹനമായ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ബാബയുടെ വഴിയിലൂടെ നടന്നു എന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. और बीच बीच में टेस्ट पेपर्स होते हैं, बीच बीच में पेपर भी होते हैं, इसलिए हमें पढ़ाई को बिल्कुल क्या करना है, प्रिंसेस की पढ़ाई है. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് പേപ്പറും വരും. ഇതിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അപ്പൊ ആ ടെസ്റ്റ് പേപ്പറിനെ നമ്മൾ എങ്ങനെയാണ് അല്ലെ ജ്ഞാനയുക്തമായിട്ട് നേരിട്ടത്. इसलिए हम जब स्कूल में पढ़ते थे, मुझे याद है हमारे स्कूल में प्रिंसिपल ने नियम बनाया था, प्रेयर जैसी चलती है, प्रेयर चालू होते ही क्या होता था, मेन गेट को बंद करते थे, उसके बाद जो भी बच्चे आएंगे बाहर खड़े रहते थे. उसके बाद जब प्रेयर होने के बाद बच्चे क्लास में गए, जो बच्चे लेट आए प्रिंसिपल के सामने खड़े करवाते थे. फिर प्रिंसिपल पूछता था क्यों लेट आए, अब किसी का गाड़ी का टायर पंक्चर हो गया बात अलग है, या किसी की ट्रेन मिस हो गया, लेकिन कोई और कारण है, उसकी इतनी पिटाई होती थी इस बच्चे की, दोबारा कभी स्कूल मिस नहीं करता था. तो अभी हमारा भी प्रिंसिपल जब सवेरे 7 बजे 6:30 से चक्कर लगाता आसपास में, देखा तो अभी तो आए नहीं, अभी तो घर में है, इसीलिए वो पिटाई करेगा धर्मराजपुरी में, कहेगा तुम लेट आते थे, तुम कभी भी क्लास के पहले नहीं आते थे. इसलिए हमें सावधान होकर के पढ़ाई करनी है. 1.5 घंटे की पढ़ाई है, ऐसा नहीं कि बाबा कहता सारा दिन आकर के पढ़ते रहो. इसलिए ईश्वरीय नियम जितना पालन करेंगे उतना तीव्र पुरुषार्थ बनते करते रहेंगे. ഭായി പറയാണ് എങ്ങനെ ഭായിയുടെ സ്കൂളില് അങ്ങനെയായിരുന്നു. അതായത് കുട്ടികള് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രയർ ആണല്ലോ. അപ്പൊ ആ പ്രയറിന്റെ പ്രയർ തുടങ്ങി കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടും. പിന്നെ ഉള്ള കുട്ടികള് വെളിയിൽ നിൽക്കുകയാണ്, അല്ലെ. പ്രയർ കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ ക്ലാസ്സിൽ പോകും. അപ്പോൾ ആരാണോ ലേറ്റ് ആയിട്ട് വന്ന കുട്ടികള് അവരെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് കൊണ്ട് ചെല്ലും. പ്രിൻസിപ്പാള് ഓരോരുത്തരോടും ചോദിക്കും, അല്ലെ, എന്താണ് ലേറ്റ് ആയത്. ചിലരുടെ ട്രെയിൻ മിസ്സായി, ചിലര് അല്ലെ എന്തെങ്കിലും അവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി, അല്ലെ, ഓരോ കാരണങ്ങൾ പറയും. ബാക്കിയുള്ള ചില കാരണങ്ങള് അത്ര കാര്യമായ കാരണങ്ങളല്ല എങ്കിൽ, അല്ലെ, കാര്യമായതിനെ മാത്രം പരിഗണിച്ചിട്ട് അല്ലാത്തവർക്ക് നല്ല ചുട്ട അടിയ കൊടുക്കുക. ആ നല്ല അടിയാണ് കൊടുക്കുക. പിന്നെ അവർ ഒരു ദിവസം പോലും ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരില്ല. അങ്ങനെയുള്ള അടിയായിരിക്കും നൽകുന്നത്. अभी नहीं देना भाई जी, अभी क्यों दे रहे? अभी क्यों दे रहे? लेट अभी क्लास थोड़ा आगे ले जाने के लिए दे रहे हैं. अच्छा, क्लास नहीं क्लास नहीं, क्लास अभी थोड़ा आगे ले जाना है तो
अभी 2 बजे तक भी क्लास करेंगे तो ये लोग बीच में अच्छा। खाएंगे तो अच्छा, खाते खाएंगे रहेंगे तो तो इनको फिर नींद सुनने में जाएगा, मजा नहीं नींद आएगा। जाएगी, चला जाएगा, हाँ? नींद चला जाएगा। क्योंकि फिर 5 मिनट हम ब्रेक लेना पड़ेगा फिर नहीं उसके ब्रेक, बाद। अच्छा हाँ, नहीं इപ്പൊ കൊടുക്കണ്ടാന്ന്, वो खाते रहेंगे फिर मजा ही കൊടുക്കണ്ടാന്ന്, थोड़ी आएगी। हाँ सुनते रहेंगे खाते रहेंगे तो फिर हाँ വേണ്ട, भले 5 मिनट आप ब्रेक लो, नहीं नहीं, उसके बाद हाँ, अच्छा खा अच्छा, के इनको बांटो, सबको बांटो, फिर उसके बाद वो बीच में ब्रेक लेंगे तो उस समय देना चाहिए। ये हाँ, वो भले रख दो, മൂടി तो വെക്കും। सबको बांट दो फटाफट ला करके, फिर उसके बाद दे देना। भी एक साथ में बांट दो, 5 मिनट ब्रेक लेंगे। ये पॉइंट पूरा करता हूँ, उसके हाँ बाद ठीक है ठीक है, ये पॉइंट मैं पूरा करता हूँ। अरे इधर इधर गिला हो जाएंगे। ആ മൂടി വെക്കി। ठीक है, एक पॉइंट पूरा करते हैं, उसके बाद फिर 5 मिनट ब्रेक लेंगे, तब खा लेंगे। क्योंकि मुझे तो सुनाने में मजा नहीं आते, आप खाते रहेंगे, मैं हाँ सुनाता सही बात, रहूँ सही बात। तो मैं आपको बता रहा था। इसलिए आज ये श्रीमत, एक मैं कोई सेंटर पर गया था, मुझे इतना वंडरफुल लगा। वो सेंटर पर योग चलता है 6 से 6:30, मुरली चलते 6:30 से 7:30। जैसे मैं सेंटर पर गया था, फुल हॉल भर गया था। मैंने बहन जी को पूछा कि आप, मैं आने वाला था इसलिए आप जल्दी आ गए सभी। कहते भाई साहब हमारा नियम है, 6:30 बजे जैसे 6 बजे जैसा हो जाता है, हम मेन हॉल का गेट बंद करते हैं। उसके बाद जो भी लेट आएगा, नीचे बैठ करके, हॉल में छोटा हॉल है, वहां मुरली सुनेगा। संगठन में नहीं आ सकता, जिसने योग नहीं किया संगठन में मुरली सुनने का अलाउ ही नहीं है उसको। इतना बड़ा प्रिंसेस कॉलेज है। അല്ലേ അപ്പൊ ഭായി പറഞ്ഞത്, ये गुजरात में एक सेंटर की बात मैं आपको सुना रहा हूँ। ബാബ നമ്മുടെ എത്ര വലിയ ടീച്ചറാണ്. ഞാൻ ബാക്കി നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി, ബാബ എത്ര വലിയ ടീച്ചറാണ് അല്ലെ. ആ ടീച്ചർ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ എങ്ങനെയാ വരേണ്ടത്. ഇപ്പൊ ഒരു സെന്ററില് ബായി പറയാണ്, ഒരു സെന്ററില് സിസ്റ്റർ ഗുജറാത്തിലാണ്. അവിടെ നോക്കിയപ്പോ 6:30 മുതൽ 7 വരെയാണ് അവിടെ ക്ലാസ്. 6 മണിക്ക് ആ ഹാള് മുഴുവൻ കുട്ടികൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഭായി ചോദിച്ചു, ഞാൻ വന്നത് കൊണ്ടാണ് എല്ലാവരും നേരത്തെ വന്നത് എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളുടെ നിയമമാണ് 6:30 വരണം, 6 മണിക്ക് വരണം. 6:30 വരികയാണെങ്കിൽ ഹാളിൽ ഇരിക്കാൻ അനുവദിക്കില്ല, താഴെ ഇരുന്ന് മുരളി കേട്ടോണം, ഹാളിൽ വരാൻ അനുമതിയില്ല അല്ലെ. അപ്പൊ 6 മണി തൊട്ട് 6:30 വരെയുള്ള യോഗത്തിന് എല്ലാവരും കൃത്യസമയത്ത് വന്നിരിക്കണം എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ്. और मुझे लगता है केरला, तो मैं तो सुनता था पहले, केरला में कोई भी अनपढ़ व्यक्ति नहीं है, सारे पढ़े लिखे, पढ़ाई में बड़े होशियार है। तो उस लौकिक में पढ़ाई में तो होशियार थे, तो यहाँ इस पढ़ाई में भी होशियार बनना चाहिए। मुझे लगता है केरला के सबसे अच्छे स्टूडेंट होने चाहिए അല്ലെ. पूरा भारत में, विश्व में। ഭായി പറയാണ്, കേരളത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് 100% സാക്ഷരതയുള്ള നാടാണ് കേരളം അല്ലെ. എല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ്, എല്ലാവരും കൈയടിക്കുന്നു വേണ്ട, ഒരു യോഗ്യതയില്ല കൈയടിക്കാൻ. അതായത് എല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ്. മിനിമം 10ാം ക്ലാസ് പഠിക്കാത്ത ആരും ഇല്ല ഇവിടെ. എല്ലാവരും പഠിക്കുന്ന കാര്യത്തില് മിടുക്കന്മാരാണ്. അതേപോലെ ഇവിടെ അല്ലെ, ബാബയുടെ അടുക്കൽ വന്ന് ദിവസവും പഠിക്കുന്നതില് നമ്മൾ എത്രത്തോളം യോഗ്യരാണ്. അവിടെ സ്കൂളിൽ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് ഇത്രയും യോഗ്യത ഉണ്ടെങ്കിൽ ഇവിടെ എത്രമാത്രം നമ്മളിൽ യോഗ്യതയുണ്ട്. और केरला में वातावरण कितना सुंदर दिया है। देखो चारों तरफ बगीचे, जैसे बिल्कुल जैसे आप जंगल में तपस्या के लिए बैठे। इसलिए थोड़ा जागना चाहिए, नहीं तो सारे लोग प्रिंस प्रिंसेस में नंबर 1 जाएंगे, आप पीछे रह जाएंगे केरला वाले അല്ലെ. അതുകൊണ്ട് കേരളത്തിലെ കുട്ടികളെ പുറകിലാകരുത്, ബാക്കിയുള്ളവരൊക്കെ മുന്നേ പോകും. അതുകൊണ്ട് നമ്മുടെ പുരുഷാർത്ഥത്തില്, നമ്മുടെ പഠിത്തത്തില് നമ്മൾ മുൻനിരയിൽ വരണം അല്ലെ. അത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിട്ട് മാറണം നമ്മള്. और मैं भारत में कई स्कूलों में जाता हूँ, यहाँ की काफी सारे लोग प्रिंसिपल्स है, काफी सारे लोग। पूछता हूँ कहाँ से आप, केरला से। तो देखो लौकिक पढ़ाई में कितना आगे है केरला, तो इसीलिए इस बाबा के पढ़ाई में भी आगे जानना चाहिए। എവിടെ പോയാലും ഈ കേരളത്തിലെ ആൾക്കാരൊക്കെ മറ്റു നാടുകളിൽ നല്ല പദവിയിലാണ്. ഭായി പറയാണ്, നിറയെ പ്രിൻസിപ്പാളിനെ കണ്ടിട്ടുണ്ട്. പ്രിൻസിപ്പാള് ഇഷ്ടം പോലെ അവര് എവിടുന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ കേരളക്കാരാണെന്ന് പറയും. അപ്പൊ അവര് പഠിപ്പിലും പദവിയിലും അല്ലെ ശോഭിക്കുന്നവരാണ്. അതേപോലെ ഈ പഠിപ്പില് വളരെയധികം ശോഭിക്കുന്നവരായിട്ട് മാറണം നമ്മള്. इसलिए बिल्कुल एक्यूरेट, बिल्कुल
पढ़ाई में हमें क्या करना है बिल्कुल। और ये तो 84 जन्म की कमाई है। ये तो लौकिक में तो मुश्किल से थोड़ा समय के लिए कमाई, एक जन्म की, लेकिन इसमें तो 21 जन्म की कमाई है। इसीलिए उस पढ़ाई को हमें इसमें करना है। जैसे उस पढ़ाई में बिल्कुल हमें क्या करते थे, एक्यूरेट जाते थे, एक्यूरेट पढ़ते थे, इसमें भी हमें एक्यूरेसी बनाना जरूरी है। അതുകൊണ്ട് അല്ലേ നമ്മള് ലൗകിക പഠിത്തത്തില് കൃത്യസമയത്ത് പോകണം, കൃത്യമായി പഠിക്കണം, അല്ലെ, എല്ലാം കൃത്യമായിരിക്കണം. അതേപോലെ ഇവിടെയും നമ്മള് കൃത്യമായിട്ട് പോകണം, കൃത്യമായി പഠിക്കണം, അല്ലെ. ആ പഠിപ്പില് നമുക്കും ഇവിടെ ആക്യുറസിയും എല്ലാം ഉണ്ടായിരിക്കണം. और मुश्किल से 1 ही घंटे की पढ़ाई है और टीचर पढ़ाने, और वहां तो कितने सारे अलग अलग टीचरों के होमवर्क, अलग अलग विषय। यहाँ तो कुछ नहीं है, यहाँ कोई किताब लाने की जरूरत नहीं, ट्यूशन करने की जरूरत नहीं। इजीली केवल 1 घंटे की पढ़ाई, इसी को एक्यूरेट पढ़ना है। 1.5 घंटे में योग और ज्ञान दोनों भी करना है। അല്ലെ, ഇവിടെ നോക്ക്, ആകെ 1.5 മണിക്കൂറുള്ള പഠിപ്പ്. അവിടെയാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിക്കണം, ഒരു കെട്ട് പുസ്തകത്തിന്റെ ചുമടും കാണും. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. എന്ത് എളുപ്പമാണ്. ആകെ 1.5 മണിക്കൂർ ഇവിടെ വരണം, പഠിക്കണം. 1.5 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചാൽ മതി മാക്സിമം, അല്ലെ. അങ്ങനെയുള്ള പഠിപ്പാണ്. ആ പഠിപ്പ് നമുക്ക് എന്തുകൊണ്ട് കൃത്യമായിട്ടും അലർട്ടായിട്ടും നന്നായിട്ട് പഠിച്ചുകൂടാ. और केरला में कुछ ऐसे है भी जगह। मैं जब शांतिवन में तपस्या धाम में क्लास करता था, कई बहनें क्या करती थी, मेरे को क्लास करने के लिए बुलाती थी, तो मैं देखता था बूढ़ी बूढ़ी माताएं डायरी लेकर के एक बार क्लास शुरू किया, वो ऐसे लिखती रहेगी, उसके 8-10 पेज लिखती थी केरला वाले माता। तो मैं यहाँ का एग्जाम्पल सुनाता हूँ। केरला वाले के अंदर पढ़ाई का कितना है, 90 साल की, लेकिन तो भी पढ़ाई का कितना शौक है। അല്ലെ, കേരളം എത്ര സുന്ദരമായ സ്ഥലമാണ്. മധുബനില് ഇടയ്ക്ക് ഭായി ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കുമ്പോ കേരളത്തിലെ അമ്മമാരും ഭായിമാരുണ്ട്. അപ്പൊ നല്ല പ്രായമുള്ള വയസ്സായ ധാരാളം അമ്മമാരുണ്ട്. അപ്പൊ അതിന് ചിലര് നല്ല 84 വയസ്സ്, 86 വയസ്സ്, 90 വയസ്സുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അവര് ക്ലാസ് കേൾക്കുമ്പോ അങ്ങ് എഴുതുന്നത് കാണണം. ഒരു 8 പേജൊക്കെയാണ് എഴുതി തീർക്കുന്നത്. ക്ലാസ് മൊത്തം അങ്ങ് പകർത്തുകയാണ്. പഠിക്കാനുള്ള ഉത്സാഹം, ഇൻട്രസ്റ്റും കേരളത്തിലുള്ളവർക്ക് ഉണ്ട്. तो इसलिए, और उसके लिए जो भी बाबा के नियम, मुझे लगता है यहाँ तो कुछ भी नियम नहीं है। आज भक्ति मार्ग में कितने नियम, और ये नियम बाबा ने क्यों दिए हैं। जैसे कोई बच्चों को खांसी है, डॉक्टर के पास जाता है तो डॉक्टर दवाई देता है, साथ में कहता है देख खट्टी चीजें नहीं खाना, दही नहीं खाना, ये नहीं खाना, वो नहीं खाना, कुछ परहेज बताता है। और वो बच्चे ने दवाई लाई, दवाई भी खा रहे हैं, दही भी खा रहे हैं, इमली भी खा रहे हैं, खट्टी चीजें भी खा रहे हैं, तो बीमारी कैसी ठीक होगी। इसी तरह आज हमें भी विकारों की बीमारी लगी है, और उसके लिए बाबा कुछ ये नियम, परहेज, बाहर का भोजन नहीं खाना, फिल्में नहीं देखना, ये नहीं करना, कुछ नियम बताता है। അല്ലേ, ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും കാര്യമായ അസുഖമാണ്. അപ്പൊ ഡോക്ടറുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും പുളിയുള്ള വസ്തുക്കളൊന്നും കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇങ്ങനെ പലതും നിങ്ങൾ കഴിക്കരുത് എന്ന് നമ്മളുടെ അടുത്ത് പറയും, അല്ലെ. അതുപോലെ ഇവിടെ ശരിക്കും നമ്മൾ നോക്കണേ അവിടെ നിയമങ്ങളൊന്നും വലിയതല്ല. കാരണം ഭക്തി മാർഗത്തിൽ എന്തുമാത്രം കടുത്ത നിയമങ്ങളെല്ലാം ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവിടെ എത്ര കഷ്ടപ്പാടുണ്ട്. അതൊന്നും ഇവിടെ യാതൊരു കഷ്ടപ്പാടും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അല്ലെ, നമുക്ക് സമ്പൂർണ്ണമാകണം, സമ്പന്നമാകണം, അതിനു വേണ്ടി അല്ലെ നമുക്കും എന്താണ് വികാരങ്ങളുടെ രോഗം ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ബാബ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് കുറെ ജീവിത നിയമങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ആ നിയമങ്ങളിലൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അല്ലെ നമുക്ക് അതിൽ നിന്ന് മുക്തമാകാനായിട്ട് സാധിക്കുന്നു. और वास्तव में सीता कमजोर क्यों बनी, क्योंकि सीता ने क्या क्या श्रीमत में मनमत मिक्स किया, और क्या क्या रेखा के बाहर आ गई, रावण उसको उठा कर लेके गया। അല്ലെ, സീതയ്ക്ക് എന്താ സംഭവിച്ചത് യഥാർത്ഥത്തില്? അല്ലെ, സീത എന്തുകൊണ്ടാണ് രാവണൻ കൊണ്ടുപോയത്? കാരണം അല്ലെ ശ്രീമത്തിന്റെ രേഖയില് തന്റെ മന്മത്ത സീത മിക്സ് ചെയ്തത് കൊണ്ടാണ് സീതയ്ക്ക് ശോകവനത്തില് പോയിരിക്കേണ്ടി വന്നത്, അല്ലെ, രാമനിൽ നിന്ന് ദൂരേക്ക് പോകേണ്ടി വന്നത്. उसको लगा कि ये साधु है, इसको भिक्षा नहीं देंगे तो नाराज हो जाएगा, श्राप देगा,
ये मन श्रीमत में मनमत मिक्स किया और बाहर आई रावण उठा के लेके गया। അല്ലെ ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ പുറത്ത് നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്നിട്ടും രാവണ സന്യാസിയുടെ രൂപത്തിൽ വന്നപ്പോ ഭിക്ഷ കൊടുത്തില്ലെങ്കിൽ ആള് വിഷമിച്ചു പോകും, നിരാശനാകും, അല്ലെ ആള് നമ്മളെ ശപിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ആ ലക്ഷ്മണരേഖയ്ക്ക് മഹത്വം കൊടുക്കാതെ അതിനെ തരണം ചെയ്തിട്ട് അതിന് അല്ലെ ആ ലക്ഷ്മണരേഖ കടന്നു കൊണ്ടുപോയി ഭിക്ഷ കൊടുത്തു. അപ്പോഴാണ് രാവണൻ അടിച്ചുകൊണ്ട് പോയത്. इसी तरह हम भी क्या समझते हैं, समझो किसी के घर में गए, बेचारे हम तो 10 साल के बाद इनके पास आए हैं, अगर इनके ज्ञान इनका खाना नहीं खाएंगे नाराज हो जाएगा, अगर ये नहीं करेंगे नाराज, उसको तो राजी किया लेकिन भगवान नाराज नहीं होता, लेकिन आपका तकदीर ही नाराज हो जाएगा। इसीलिए ऐसे कर्म करो जिसमें बाबा खुश हो जाए, बाबा राजी हो जाए। इसीलिए हमें लोक लाज नहीं करनी। അതുകൊണ്ട് നമ്മൾ ചിലപ്പോഴേ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോണത്. അപ്പൊ അവര് ചായ കുടിക്കാൻ നിർബന്ധിച്ചു, ചായ തന്നു, എങ്ങനെ കുടിക്കാതിരിക്കും? അവർക്ക് വിഷമാവില്ലേ? അവരെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ചായ കുടിക്കും അല്ലെ. പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. ലോകത്തിന്റെ നാട്ടു നടപ്പിനനുസരിച്ച് നമ്മൾ പോകരുത്. നമ്മൾ ബാബയെ സന്തോഷിപ്പിക്കണം, ബാബയെ നിരാശനാക്കരുത്, ബാബയെ സന്തോഷിപ്പിക്കണം. ബാബയുടെ നിയമങ്ങളിലൂടെ നമ്മൾ നടക്കുക. ബാക്കി നമ്മൾ ബാബയുടെ നിയമങ്ങളെ വിട്ടിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. लोगों की लाज करते करते कहाँ पहुंच गए? अभी इसी जन्म में भी लोगों की लाज करेंगे, फिर कहाँ पहुंच जाएंगे? इसलिए बाबा सत्युग में आकर के नहीं कहेगा सफेद ड्रेस पहनो, अमृत वाला उठो, बाहर का भोजन नहीं खाओ। केवल इसी एक जन्म में चांस मिलता है और इसी एक जन्म में जो भगवान का कहना मानता है वो माला माल हो जाता है। इसीलिए नियम पालन करना हमें कठिन नहीं होना चाहिए। അതുകൊണ്ട് അല്ലെ നമ്മൾ ഈ നാട്ടുകാരെയും മറ്റുള്ളവരെയും ഒന്നും നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല അല്ലെ. അവരെയൊക്കെ നോക്കി അവരെയൊക്കെ സന്തോഷിപ്പിച്ചും പ്രീതിപ്പെടുത്താൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ബാബയുടെ നിയമങ്ങൾ വിട്ടിട്ട് നമുക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം അല്ലെ? ബാബയെ നമ്മൾ പ്രീതിപ്പെടുത്തുക, ബാബ പറയുന്ന നിയമങ്ങളിലൂടെ നമ്മൾ ജീവിക്കുക, ബാബ നമുക്ക് നൽകിയ ഈശ്വരീയ മര്യാദകളിലൂടെ നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. കാരണം അവിടെയാണ് നമ്മൾ ജന്മജന്മാന്തരങ്ങളിലേക്ക് എല്ലാ ഖജനാവുകളും നിറഞ്ഞ സമ്പന്നരായിട്ട് മാറുന്നത് അല്ലെ. ബാബ പറയുന്ന വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ മാത്രമാണ്. ബാക്കി ബാബയുടെ നിയമങ്ങളെ ലംഘിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. बाबा के 2 बच्चे, एक कच्चे दूसरा पक्के। कच्चे वो हैं जो ईश्वरीय नियमों का पालन नहीं करते, लेकिन आते रहते, लेकिन नियमों का पालन नहीं करते। दुनिया का भी आनंद लेंगे, यहाँ का भी आनंद लेंगे। वो है कच्चे। कच्चे जाते हैं त्रेता में, और पक्के वो हैं निश्चय बुद्धि, वो हैं जो ब्राह्मणों के नियम बने उस प्रमाण ही चलता है, न मनमत न परमत। वो है पक्के। पक्के जाते हैं सतयुग में। അപ്പോ ബാബയ്ക്ക് പക്വമായ കുട്ടികളുണ്ട്, പച്ചയായ കുട്ടികളുണ്ട്, പാകമാകാത്ത അല്ലെ വിളയാത്ത എന്ന് പറയില്ലേ, പക്വമാകാത്ത കുട്ടികളുമുണ്ട്. 2 പ്രകാരത്തിലുള്ള കുട്ടികളാണ്. പക്വമാകാത്ത കുട്ടികള് ഈ ലോകത്തിന്റെ ആനന്ദവും അവരെ അനുഭവിക്കും, ഇവിടുത്തെ ആനന്ദവും അവരെ അനുഭവിക്കും അല്ലെ. അങ്ങനെ പോകും, അവര് ത്രൈതായുഗത്തിലേ പോകുള്ളൂ. ആരാണോ മന്മത്തിലൂടെയും പരമത്തിലൂടെയും നടക്കാതെ ബാബയുടെ ശ്രീമത്തിലൂടെ പൂർണ്ണമായി നടക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളാണ് എവിടെ വരുള്ളൂ? സത്യയുഗത്തിലെ सूर्यवंशത്തിലേക്ക് വരുള്ളൂ. कभी कभी नियमों का उल्लंघन कब होता है? जब नियमों को हम उल्टा रूप में ले लेते हैं। നിയമലംഘനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈശ്വരീയ നിയമങ്ങളെ തലതിരിച്ചെടുക്കുന്നത് കൊണ്ടാണ്. समझो कोई पति पत्नी ज्ञान में चल रहे हैं, पत्नी पति को कहेगी भाई जी जल्दी मुरली सुनने के लिए चलो, नहीं तो कोई मुरली पूरी हो जाएगी, क्लास पूरी हो जाएगी। अगर यही बात कोई पड़ोसी सुनेगी तो अरे ये तो अपने पति को भाई जी बोलते हैं। कभी जाकर के उनको सुना हमारा ज्ञान बहुत अच्छा, आप चलो ना, कहेगा हमको टाइम नहीं। उनको टाइम में आने की इच्छा है, लेकिन उसी दिन की बात सुन ली, तब से उन्होंने बुद्धि में डाला कि अगर इनके ज्ञान में चलेंगे, जैसे इन्होंने पति को भाई जी बनाना, हमें भी बनाना पड़ेगा। बाबा का भाव ये नहीं है। बाबा का भाव ये है जो भाई की दृष्टि है बहनों के प्रति, वो दृष्टि रखना, बाकी कहने में जो भी बोलो അല്ലെ. അതുകൊണ്ട് ചിലര് എന്ത് ചെയ്യുന്ന വെച്ചാൽ പതിയെ കൂടി ബൈജി ബൈജി എന്ന് വിളിക്കാൻ തുടങ്ങും. ബാബ അതൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ചില മറ്റുള്ളവർ കേൾക്കും, ബൈജി വേഗം വാ, മുരളിയുടെ സമയം, നമുക്ക് മുരളി കേൾക്കാൻ ലേറ്റ് ആവും, വാ എന്നിട്ട് പത്നി പതിയെ വിളിക്കുകയാണ്. അപ്പൊ ഇത് പുറത്തുള്ള അയൽവക്കക്കാരായിരുന്നു കേൾക്കുമ്പോൾ വിചാരിക്കും,
അയ്യോ ഇവിടെ പോയ പതിയും പത്നിയും ഭായി ബഹനാകൂ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഓ ഇവിടെ പോകണ്ട എന്ന് വിചാരിക്കും. അപ്പോ അതായത് ഒരിക്കലും പുറത്ത് നമ്മൾ ഈശ്വരീയ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ആ രീതിയിൽ നമ്മൾ ഒരിക്കലും പുറത്ത് പ്രകടമാക്കരുത്. അങ്ങനെ കാണിക്കാൻ പാടില്ല, തെറ്റാണ്. आज भक्ति कोई गलत नहीं, भक्ति अच्छी है। जैसे भक्ति में क्या करते, दिवाली के समय लक्ष्मी आने के लिए क्या करते, दीपक जलाते, सफाई करते। अब दीपक जलाएंगे तो लक्ष्मी कैसी आएगी? लक्ष्मी का आह्वान है उल्लू, उल्लू को लाइट में दिखता ही नहीं, फटाका बजेंगे उल्लू घबरा करके कहीं और चला जाएगा। तो कौन सा दीपक? आत्मा का दीपक जलाओ। कौन सी सफाई करो? ईर्ष्या, घृणा, नफरत, इसकी सफाई करो। അല്ലെ, സാധാരണ ദീപാവലിക്ക് എന്താ ചെയ്യാം, അല്ലെ, വീടും പരിസരവും എല്ലാം വൃത്തിയാക്കും. ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ എടുത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയും, അല്ലെ. പിന്നെ ധാരാളം വിളക്കുകൾ കൊളുത്തി വെക്കും. അപ്പൊ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആത്മദീപത്തെ കൊളുത്തണം, പ്രകാശിപ്പിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ഈ ദുർഗുണങ്ങള്, ബലഹീനതകള്, ഇതെല്ലാം നമ്മള് കത്തിച്ച് കളയാണ് വേണ്ടത്, ശുദ്ധമാക്കാണ് വേണ്ടത്. एक भाई था, ज्ञान में चलता था 6 महीने से। एक बार होटल में गया और समोसा मंगाया, 1 किलो समोसा मंगाया। तो समोसा तो जानते हैं ना, मैदे को बेल करके आप मसाला आलू भरते हैं, उसको समोसा कहते हैं, तलते हैं। तो 1 किलो समोसा मंगाया, मैदे का छिलका ऊपर का फेंकता है और मसाला खाता है। तो मैनेजर ने बोला तो मैदा पसंद नहीं करते? कहता पसंद तो करता हूँ, लेकिन आजकल मैं ब्रह्मा कुमारी आश्रम में जाता हूँ। उन्होंने कहा कि बाहर का नहीं खाना, इसलिए बाहर का निकाल करके मैं अंदर का खा रहा हूँ। അപ്പൊ ഭായി നേരത്തെ പറഞ്ഞതില് ഭായി പറഞ്ഞു, ഭക്തി നിസ്സാരമല്ല, ഭക്തിയിലും ഇത്രയും ഇപ്പൊ ദീപാവലിക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു വീക്ക് ഒരു ഹോട്ടലിൽ പോയി, എന്നിട്ട് കുറെ സമോസ മേടിച്ചു. എന്നിട്ട് നോക്കുമ്പോഴെന്താണ്, സമോസയുടെ പുറത്തുള്ളതൊക്കെ കളഞ്ഞ് അകത്തുള്ള മസാല കഴിക്കുന്നു. അപ്പോ അവിടെയുള്ളവര് ചോദിച്ചത്, എന്താ ഈ പുറത്ത് കളയുന്നത്? ഞാനേ ബ്രഹ്മകുമാരീസിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് പുറത്തുള്ളതെന്ന് ഞങ്ങൾ കഴിക്കില്ല, അകത്തുള്ളതേ കഴിക്കുള്ളൂ. उसका भाव ये नहीं था कि बाहर का नहीं खाओ, मतलब दूसरे का हाथ का बना वो नहीं खाओ। इसीलिए होटल पर बोर्ड ही लिखा है, होटल, हो सके तो यहाँ से टल मतलब निकल जा। അതായത് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പറ്റുമെങ്കിലേ ഇവിടുന്ന് വേഗം പോകാനാണ് പറയുന്നത്. എന്ന് വെച്ചാല് ബാബ പറയും, മറ്റുള്ളവരുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയത് നിങ്ങൾ കഴിക്കരുത്, പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കരുത് എന്ന് ബാബ നമ്മളോട് പറയാറുണ്ട്. കാരണം അത് നമുക്കറിയാലോ, ഇന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചാലുള്ള കുഴപ്പം എന്താന്ന്. ബാബ 1936 മുതലേ കുട്ടികളെ കൊണ്ട് അല്ലെ അങ്ങനെയാണ് നടത്തുന്നത്, പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കരുത്. അപ്പോ ഇവരെന്താ ചെയ്തത്? സമോസയുടെ പുറത്തുള്ളത് കഴിച്ചില്ല, അകത്തുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കണം, പുറത്തുള്ളത് കഴിക്കരുത്. तो कभी कभी हम ज्ञान को क्या करते हैं, अर्थ को न समझने से भाव अर्थ का अनर्थ करते हैं और उससे हमारे नियम के उल्लंघन हो जाते हैं। അല്ലെ, ജ്ഞാനത്തിന്റെ അർത്ഥതലങ്ങൾ യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈശ്വരീയ നിയമങ്ങളെ നമ്മൾ ലംഘിക്കുന്നത്. तो जितना आप बाबा के नियमों को यथार्थ विधि पूर्वक यूज करेंगे, आप तीव्र पुरुषार्थी बन जाएंगे, आपके संस्कार बदल जाएंगे। നമ്മൾ ഈശ്വരീയ നിയമങ്ങളെ അതുപോലെ പാലിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഉയർന്ന സംസ്കാരമുള്ളവരാകാൻ പറ്റും. നമ്മുടെ സംസ്കാര പരിവർത്തനം സഹജമായി നടക്കും. तो 5 बातें बताई। पहली बात बताई, अगर मुझे तीव्र पुरुषार्थी बनना है, पर चिंतन से बचना, उसके लिए थैले वाली कहानी, छड़ी वाली कहानी बताई, कान में उल्टी नहीं लेना है। दूसरी बात बताई, अगर तीव्र पुरुषार्थ करना है, अमृत वाला अच्छी तरह करना है, विधि से करना है। तीसरी बात बताई, क्लास के पहले योग करना है। और चौथी बात बताई, मुरली रोज सेंटर पर सुनना। और 5वीं बताई, श्रीमत का पालन करना। अगर ये 5 बातें प्रैक्टिकल में करेंगे, आपका पुरुषार्थ अपने आप तीव्र हो जाएगा। അപ്പൊ നമ്മളോട് ഭായി പറഞ്ഞത് എന്താണ്? തീവ്ര പുരുഷാർത്ഥി ആകണമെങ്കിൽ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ അതില് ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതാണ് പരചിന്തനം, പരദർശനത്തിൽ നിന്ന് സ്വയത്തെ മുക്തമാക്കി വെക്കണം, അല്ലെ. പുറത്തൊരു സഞ്ചിയും, അല്ലെ, മുന്നിലൊരു സഞ്ചിയും പിന്നിലൊരു സഞ്ചിയും, അല്ലെ. ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലെ. അപ്പൊ പരചിന്തനം ചെയ്യരുത്. അതിന്റെ പ്രാധാന്യം എന്താണ്